ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ CN ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ നാടകത്തിൻ്റെ രണ്ടാം അംഗത്തിൽ കൈകേയിയും ദശരഥനും തമ്മിലുള്ള സംഭാഷണങ്ങൾ ആണ്. അവിടം വരെ നമ്മളെത്തി. എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നിരാശയായിരിക്കുന്ന തൻ്റെ മകനെ രാജാവായി വാഴിക്കണമെന്ന അമിതമായ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന കൈകേയിയുടെ മുന്നിലേക്ക് ദശരഥൻ കടന്നു ചെല്ലുകയും ദശരഥനും കൈകേയിയും തമ്മിലുള്ള സംഭാഷണങ്ങളുമാണ്. ശ്രദ്ധിക്കുക. കൈകേയി: ഈ നിശാഗന്ധിയുടെ ഇതളുകൾ കൊഴിഞ്ഞു മഹാരാജൻ, ഇവളുടെ മധുപാത്രം ഒഴിഞ്ഞു. കോസലമന്നന്റെ മാർക്കിടന്ന ഈ സൗഗന്ധികം ഇനി അയോധ്യയുടെ നിരത്തുകളിൽ കഴുതകൾ ചവിട്ടിത്തേക്കും. ദശരഥൻ: ഈ ആത്മനിന്ദ ഭവതിക്ക് ചേർന്നതോ? കാലത്തിന്റെ പൊയ്കയിൽ പാതി വിടർന്ന താമര ജ്വാലയാണ് നീ. കിരീടങ്ങൾ നിന്നെ മോഹിച്ചുഴറി വീണൊടുങ്ങിയപ്പോൾ കോസലാധിപൻ മാത്രം എല്ലാം മറന്ന് ആ ജ്വാലയെ പുൽകി നിത്യനിർവൃതിയിൽ മയങ്ങി. ഹൃദയേശ്വരി, നാം സൗന്ദര്യത്തിന്റെ സ്വർഗം കണ്ടവനെന്ന് അഹങ്കരിക്കുന്നു. ആ ശ്രീകോവിലിന്റെ കവാടങ്ങൾ ഈ തീർത്ഥാടകന്റെ നേർക്ക് അടയ്ക്കരുതേ. നീയാണ് നമ്മുടെ ശക്തി, നമ്മുടെ ഇച്ഛയും നീ, നമ്മുടെ ധനവും സാമ്രാജ്യങ്ങളും ഇഹപരങ്ങളും നീ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയാണ് പഠിച്ചത്. പിന്നീട് ശ്രദ്ധിക്കാം. കൈകേയി എഴുന്നേറ്റിരുന്ന്: ആത്മവഞ്ചന അരുത് മഹാരാജൻ, സൂക്ഷിച്ചു നോക്കണം. ഈ കണ്ണിന്റെ തിളക്കം മങ്ങിയില്ലേ? ഈ കവിൾത്തടം ചുളുങ്ങിയില്ലേ? ഈ അതരങ്ങൾ ഉണക്കമുന്തിരിക്കൊപ്പം നീരറ്റില്ലേ? തൻ്റെ സൗന്ദര്യമെല്ലാം കുറഞ്ഞു പോയില്ലേ എന്നാണ് കൈകേയി ദശരഥ മഹാരാജാവിനോട് ചോദിക്കുന്നത്. ദശരഥൻ: ഇല്ല ഇല്ല, ഈ കടക്കണ്ണിന്റെ മോഹാസ്ത്രത്തിൽ ഭുവനശക്തികൾ നിത്യമയക്കത്തിൽ ആണ്ടു നിൽക്കുന്നു. കൈകേയി: ആര്യപുത്ര, ഇവൾ ചിരിച്ചാൽ ഇനിയും അങ്ങയുടെ ആത്മശക്തി ഉണരുമോ? ദശരഥൻ കൈകേയിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട്, അതായത് കൈകേയിയുടെ കയ്യിൽ പിണങ്ങി പരിഭവത്തോട് കൂടി നിൽക്കുന്ന കൈകേയിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട്, കൈകൾ പിടിച്ചുകൊണ്ട്, നമ്മുടെ ശക്തി അജയ്യമായി ഉണരും. മൂന്നുലകങ്ങളുടെയും ചെങ്കോൽ ഈ പാദാന്തികത്തിൽ നാം കാഴ്ചവെക്കും. കൈകേയി: സത്യമാണോ? ദശരഥൻ: ദേവിയേക്കാൾ വലിയ സത്യമെന്ത്? കൈകേയി അത്യന്തം വശ്യതയോടെ പുഞ്ചിരി തൂകുന്നു. ദശരഥ മഹാരാജാവിൻ്റെ ഈ സാന്ത്വന വാക്കുകൾ കേട്ട് കൈകേയിക്ക് സന്തോഷമുണ്ടാകുകയും വശ്യതയോടെ പുഞ്ചിരി തൂകുകയും ചെയ്യുന്നു. കുളിരണിയുന്നു. കാമപാരവശ്യത്തോടെ കൈകേയിയെ ഉറ്റുനോക്കുന്നു. ഓമനെ, നക്ഷത്രപടലം ഉന്മത്തമായി നൃത്തം വയ്ക്കുന്നു. ഈ കോസലമന്നൻ ഒരു ഭിക്ഷാന്തേകിയായി നിൽക്കുന്നു. കൈകേയി മഞ്ചത്തിൽ നിന്നും ഒരു വാൽക്കണ്ണാടി എടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നു. അല്പനിമിഷം ആ കണ്ണാടിയിൽ ഉറ്റുനോക്കി തൻ്റെ സൗന്ദര്യത്തിൽ തൃപ്തി വരുത്തുന്നു. എന്നിട്ട് ദശരഥനെ ശൃംഗാരമധുരമായി കടക്കണ്ണുകൊണ്ട് നോക്കുന്നു. കൈകേയി പ്രേമവൈവശ്യത്തോടെ: ആര്യപുത്ര. ദശരഥൻ കൈകേയിയുടെ നീട്ടിയ കരം വികാരവിതുരനായി ഗ്രഹിച്ചുകൊണ്ട്: കബരീഭാരം അഴിച്ചിട്ട് അലസയായ രാത്രി നിന്നെപ്പോലെ നക്ഷത്രേശനെ മാടി വിളിക്കുന്നു. കൈകേയി: രാത്രി അവളുടെ സർവസ്വവും നക്ഷത്രേശന് നൽകി. നക്ഷത്രേശനോ? ദശരഥൻ അവൾ ഇച്ഛിച്ചതെല്ലാം. കൈകേയി പ്രേമപരിഭവത്തോടെ: വാഗ്ദാനങ്ങളല്ലാതെ മറ്റെന്താണ് ആര്യപുത്രൻ ഇവൾക്ക് നൽകിയിട്ടുള്ളത്? പടകുടീരത്തിൽ, ഉദ്യാനവാടിയിൽ, നിത്യവും രാവിൽ എന്തെന്ത് വാഗ്ദാനങ്ങൾ ഇവൾക്ക് നൽകി? ദശരഥൻ പാരവശ്യത്തോടെ കൈകേയിയെ സമീപിച്ചുകൊണ്ട്: നീ നമ്മോടൊന്നും അർത്ഥിച്ചില്ലല്ലോ. കൈകേയി: അർത്ഥിച്ചാൽ നൽകുമോ? അർത്ഥിച്ചാൽ എന്ന് വെച്ചാൽ അഭ്യർത്ഥിച്ചാൽ, ചോദിച്ചാൽ. ദശരഥൻ: നമ്മുടെ സമസ്തവും നൽകും. സമസ്തം എന്ന് വെച്ചാൽ മുഴുവനും, എല്ലാം. കൈകേയി കണ്ണുകൾ അടയുകയും മാറിടം ഉയർന്നു പൊങ്ങുകയും നിശ്വാസം ഉയരുകയും ചെയ്യുന്നു. സത്യമാണോ? ദശരഥൻ: സത്യം. കൈകേയി: ഈ കളിത്തോഴിയുടെ ശിരസിൽ തൊട്ട് സത്യം ചെയ്യൂ. ദശരഥൻ അതീവ ദുർബലനായി കൈകേയിയുടെ ശിരസിൽ കൈവച്ച്: സത്യം സത്യം സത്യം, ഈ പൂമയ്യാണ്, ഈ അതരക്കനിയാണ്, ഈ കുളിർനെറ്റിയിൽ മുത്തമിട്ട മദജല ബിന്ദുക്കളാണ് സത്യം. കൈകേയി മുട്ടുകുത്തി ദശരഥന്റെ കരം ഗ്രഹിച്ചുകൊണ്ടും ഊർദ്ധമുഖിയായി നോക്കിക്കൊണ്ടും: പ്രാണേശ, കൈകേയിക്ക് ഒരു വരം മാത്രം മതി. കണ്ടോ, കൈകേയി വരം ചോദിക്കാൻ പോവുകയാണ്. ദശരഥൻ കൈകേയിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട്: ചോദിച്ചുകൊള്ളൂ. കൈകേയി: കൗസല്യയുടെ പുത്രൻ നാളെ മുതൽ 14 സംവത്സരം കാട്ടിൽ പാർക്കണം. ഉയ്യോ, എന്താ പറയുന്നത് അല്ലേ? എന്താണ് നമ്മുടെ കൗസല്യയുടെ പുത്രൻ നാളെ, അതായത് ശ്രീരാമചന്ദ്രൻ നാളെ 14 വർഷം കാട്ടിൽ വസിക്കണമെന്ന്. ദശരഥൻ നടുക്കത്തോടെ: രാക്ഷസി. കൈകേയി: ആര്യപുത്ര, ദേവിയും രാക്ഷസിയും ഒന്നല്ലല്ലോ.
അവർക്ക് തമ്മിൽ ഒരു നിമിഷത്തിന്റെ അകലമെങ്കിലും വേണ്ടതല്ലേ? കുറച്ചു മുന്നേ ദേവി എന്ന് വിളിച്ച അവിടുന്ന് തന്നെ ഇപ്പോൾ രാക്ഷസി എന്ന് വിളിക്കുന്നു. ഒരു നിമിഷത്തിലെ അകലമെങ്കിലും അവർക്ക് വേണ്ടതല്ലേ എന്ന് കൈകേയി ചോദിക്കുന്നു. ദശരഥൻ, നിന്റെ ശിരസ് 1000 ശകലങ്ങളായി തെറിക്കട്ടെ, സൂര്യബിംബം തകർന്നുടയട്ടെ, നമുക്ക് ചാഞ്ചല്യമില്ല. കൈകേയി, ആര്യപുത്രൻ ഇവൾക്ക് 1000 തവണ ഇഷ്ടവരം നൽകി. ഒരു നിമിഷം മുമ്പ് അങ്ങ് സത്യം 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 എന്ന് 3 പറഞ്ഞു. ഇവളുടെ ശിരസിൽ കൈവച്ചു പറഞ്ഞു. ദശരഥൻ, നീ വിഷം ചേർത്ത മദ്യമാണ്. കൈകേയി, വിഷം ചേർത്ത മദ്യം ആര്? കേകയപുത്രിയോ കോസലാധിപനോ? സർവവും സമർപ്പിച്ച കൈകേയിയെ ചാടുവാക്യങ്ങളാൽ മയക്കി ചതിച്ചതാര്? അങ്ങ് രാജശുൽക്കം പറഞ്ഞല്ലേ കൈകേയിയെ പരിണയിച്ചത്? ആദ്യം പറയുന്നുണ്ടല്ലോ രാജശുൽക്കം. രാജ്യം ദാനമായി കൊടുത്തിട്ടാണ് കൈകേയിയെ വിവാഹം കഴിച്ചത് ദശരഥൻ. അതിനാ പറയുന്നത് രാജശുൽക്കം എന്ന്. എന്നിട്ട് ഗൂഢമായി മറ്റൊരാൾക്ക് രാജ്യം കൈമാറുന്നു. ഇതോ കോസലാധിപന്മാർക്ക് നീതി. തരൂ എന്റെ മകന്റെ രാജ്യം. കൗസല്യയുടെ പുത്രൻ കാട് വാഴട്ടെ. തരൂ എന്റെ മകനായ ഭരതന് രാജ്യം തരൂ. കൗസല്യയുടെ പുത്രനായ ശ്രീരാമചന്ദ്രൻ കാട് വാഴട്ടെ എന്ന് പറയുന്നു. ദശരഥൻ സൗരൗദ്രം, ഭയങ്കരി, നീ മൃത്യുവാണ്. നാം മുത്തുമാല എന്നോർത്ത് അണിഞ്ഞ കാളസർപ്പമാണ്. നിന്റെ സൗന്ദര്യവും അതിന്റെ ദുഷ്ടശക്തിയും നിന്നോടുകൂടി ഒടുങ്ങട്ടെ. ദശരഥൻ കൈകേയിയെ കഴുത്ത് ഞെക്കിക്കൊല്ലാൻ തുനിയുന്നു. പക്ഷേ കൈകേയിയുടെ കരുണാദ്രമായ നോട്ടവും അവളുടെ സ്പർശവും ദശരഥന്റെ കൈകളെ പരീക്ഷീണമാക്കി കളയുന്നു. കൈകേയി, ഇതോ ആര്യപുത്രന്റെ കളിത്തോഴിക്ക് ലഭിച്ച സമ്മാനം. ദശരഥൻ പിൻവാങ്ങി. നീയും രാമനുമാണ് നമ്മുടെ സർവസ്വവും. കൈകേയി, ആര്യപുത്രന്റെ പൊന്നോമനയിൽ പിറന്ന പുത്രനല്ലേ ഭരതൻ? ദശരഥൻ, ഭരതൻ ഒരിക്കലും രാജ്യം ചോദിക്കുകയില്ല. അവൻ ധർമ്മനിഷ്ഠൻ. കൈകേയി, അവൻ അവകാശപ്പെട്ട രാജ്യം അവന്റെ രക്ഷിതാവ് ചോദിക്കുന്നു. നൽകൂ അവന് രാജ്യം. ദശരഥൻ, പക്ഷേ നീ ശുൽക്കം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാളെ പ്രഭാതത്തിൽ നമ്മുടെ സീമന്തപുത്രൻ എന്ന് വെച്ചാൽ ആരാണ്? രാമന് ആചാര്യ വിധി പ്രകാരം യൗവരാജ്യം നൽകുന്നു. ആദ്യമുണ്ടായ പുത്രനെയാണ് സീമന്തപുത്രൻ എന്ന് പറയുന്നത്. അതിന്റെ ഉത്സവം അയോധ്യയിൽ ആരംഭിച്ചിരിക്കുന്നു. 4 ദിക്കും പെരുമ്പറകൾ മുഴങ്ങുന്നു. ഈ സന്തോഷം അറിഞ്ഞ് വിടരുന്ന പുഞ്ചിരി നുകരാൻ ഓടിയെത്തിയതാണ് നാം. വർഷത്തൂവിൽ ചാഞ്ചാടുന്ന പുൽത്തഴപ്പുകൾ അറിയുന്നില്ല അടിയിൽ അഗ്നിശിലാപാളികൾ തകരുന്ന ഘോഷം. ഡിയർ സ്റ്റുഡൻറ്, അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. വർഷത്തൂവിൽ ചാഞ്ചാടുന്ന പുൽത്തഴപ്പുകൾ, അതായത് മഴ പെയ്യുമ്പോൾ അല്ലെ പുല്ലുകളെല്ലാം വളർന്ന് ഇങ്ങനെ സന്തോഷത്തോടു കൂടി പുല്ലുകൾ വളർന്ന് അല്ലെ മനോഹരമായി നിൽക്കുന്നു. ഈ പുല്ലുകൾ അറിയുന്നില്ല, എന്തറിയുന്നില്ല? അടിയിൽ അഗ്നിശിലാപാളികൾ തകരുന്ന ഘോഷം. താഴെ ഈ ഭൂമിയുടെ താഴെ ചൂട് വമിക്കുന്ന കാര്യം, അഗ്നിശിലകൾ പൊട്ടി ചൂടാകുന്ന കാര്യം ഈ പുൽത്തഴപ്പുകൾ അറിയുന്നില്ല. രാജാ ദശരഥനും ഒരു പുൽക്കൊടിയും തമ്മിൽ എന്ത് ഭേദം? പ്രിയപ്പെട്ട കൈകേയി, നാം ഈ സത്യം എങ്ങനെ പാലിക്കും? കൈകേയി, സത്യം പാലിക്കാൻ ശിബി സ്വന്തം ശരീരം മുറിച്ച് പരുന്തിന് നൽകി. കൈകേയി വാദിക്കുകയാണ്. സത്യം പാലിക്കാനായിട്ട് ശിബി ചക്രവർത്തി, വളരെയധികം ദാനശീലനും ധർമ്മനിഷ്ഠനുമായ ശിബി ചക്രവർത്തി അല്ലെ എന്ത് ചെയ്യുന്നു? തൻ്റെ ശരീരം മുറിച്ച് പരുന്തിന് നൽകി. അത് അല്ലെ പഴയൊരു കഥയാണ്. അതായത് ശിബി ചക്രവർത്തിയുടെ ധർമ്മനിഷ്ഠയെ പരീക്ഷിക്കാനായിട്ട് ദേവേന്ദ്രൻ തീരുമാനിക്കുകയും ദേവേന്ദ്രൻ ആരെ പ്രാവിന്റെ രൂപത്തിൽ അഗ്നിദേവനെ ശിബി ചക്രവർത്തിയുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്യുന്നു. അവിടെ പേടിച്ചിരണ്ട പ്രാവ് ശിബി ചക്രവർത്തിയുടെ മടിയിൽ കയറി ഇരിക്കുകയും പെട്ടെന്ന് നമ്മുടെ ദേവേന്ദ്രൻ ഒരു രൂപത്തിൽ ചെല്ലുന്നു. ദേവേന്ദ്രൻ പരുന്തിന്റെ രൂപത്തിൽ ശിബി ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് താൻ പിടിക്കാൻ വന്ന പ്രാവിനെ തനിക്ക് വിട്ടുതരണമെന്ന് ഈ പരുന്ത് ആവശ്യപ്പെടുന്നു. ശിബിയും പരുന്തും തമ്മിൽ ധാരാളം വാക്തർക്കങ്ങൾ ഉണ്ടാകുകയും അവസാനം പരുന്തിന്റെ തൂക്കത്തിൽ ശിബി തൻ്റെ മാംസം മുറിച്ചെടുത്ത് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. അവസാനം എത്ര മുറിച്ചിട്ടും അതിന് തൂക്കം തുല്യമാവുന്നില്ല. അവസാനം ശിബി തന്നെ ദാനം കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. അങ്ങനെ മഹത്തായ ഒരു ദാനശീലത്തിനുടമയായിരുന്നു ശിബി ചക്രവർത്തി. ദേവേന്ദ്രൻ പരീക്ഷിക്കാനായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് കൈകേയി പറയാണ്, എന്താണ് പറയുന്നത്? സത്യം പാലിക്കാൻ ശിബി സ്വന്തം ശരീരം മുറിച്ച് പരുന്തിന് നൽകിയെന്ന്. അതായത് സ്വന്തം ശരീരത്തിൽ പ്രാവിന്റെ തൂക്കത്തിൽ, അതായത് പ്രാവിന്റെ തൂക്കത്തിലുള്ള മാംസം മുറിച്ചു കൊടുക്കാൻ ശിബി ചക്രവർത്തി തയ്യാറായി എന്ന്. ശ്രദ്ധിച്ചേ. അളർക്കൻ കണ്ണ് രണ്ടും ചുരന്നെടുത്ത് അന്തബ്രാഹ്മണന് നൽകി. അവിടെ നോട്ട് ചെയ്യുക. ശിബി ചക്രവർത്തി നോട്ട് ചെയ്യുക, അളർക്കൻ നോട്ട് ചെയ്യുക. അളർക്കൻ കാശി രാജാവായിരുന്ന അളർക്കൻ വളരെയധികം ധാർമ്മികനായിരുന്നു. എന്തും ദാനം കൊടുക്കുന്ന ആളായിരുന്നു.
അദ്ദേഹത്തെ പരീക്ഷിക്കാനായി അഗ്നി കുരുട വേഷം രൂപം പൂണ്ട് അളർക്കൻ്റെ അടുത്ത് ചെല്ലുന്നു. അളർക്കനോട് ദാനം ചോദിക്കുമ്പോൾ താൻ എന്തും ദാനം കൊടുക്കാമെന്ന് അളർക്കൻ പറയുകയും അങ്ങനെ അളർക്കൻ്റെ 2 കണ്ണുകളും ഈ അഗ്നി ചോദിക്കുകയും അങ്ങനെ അളർക്കൻ അത് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. അതാണ് അളർക്കൻ്റെ കഥ. അതായത് ദാനനിഷ്ഠയിൽ ഏറ്റവും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന 2 പേരുടെ കാര്യങ്ങളാണ് കൈകേയി പറയുന്നത്. ഒന്ന് ശിബി ചക്രവർത്തിക്കും മറ്റേത് അളർക്കനും. സത്യം പാലിക്കാൻ ശിബി സ്വന്തം ശരീരം മുറിച്ച് പരുന്തിന് നൽകി. അളർക്കൻ കണ്ണ് 2 ചുരന്നെടുത്ത് അന്ധബ്രാഹ്മണന് നൽകി. ആര്യപുത്രന് ഒരു വ്യതയും കൂടാതെ സത്യം പാലിക്കാമല്ലോ എന്ന് കൈകേയി ചോദിക്കുന്നു. ദശരഥൻ, നമുക്കൊരു വ്യതയുമില്ലെന്നോ? കൈകേയി, സത്യദീക്ഷയിൽ ലഭിക്കുന്ന ചിത്തശാന്തിയിൽ ആ വ്യത അരക്ഷണം കൊണ്ട് മാറും. സത്യത്തിൽ ധർമ്മവും അന്തർഹിതമായിരിക്കുന്നു. സത്യം നിത്യമാണ്. ദശരഥൻ, ഉണ്ണിക്ക് രാജ്യം നൽകാൻ പാടില്ലെന്നാണോ? കൈകേയി, രാജ്യം ഭരതൻ്റെതാണ്. ദശരഥൻ, പക്ഷെ അയോധ്യയുടെ ഓമനപുത്രൻ എന്തിന് കാട്ടിൽ പാർക്കണം? ഭരതന് രാജ്യം കൊടുക്കാൻ. പക്ഷെ അയോധ്യയുടെ ഓമനപുത്രനായ രാമൻ എന്തിനാണ് കാട്ടിൽ പാർക്കേണ്ടത്? കൈകേയി, അച്ഛൻ്റെ സത്യം പാലിക്കാൻ. ദശരഥൻ മുട്ടുകുത്തി നിന്നു. പ്രിയെ, കോസലാധിപൻ ഇതാ കുമ്പിടുന്നു. ആ സത്യത്തിൽ നിന്ന് എൻ്റെ ഉണ്ണിയെ മോചിപ്പിക്കൂ. അവന് യൗവരാജ്യം ലഭിച്ചു കൊള്ളട്ടെ. കൈകേയി ദശരഥനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട്, ആര്യപുത്രൻ എന്തിന് അധീരനാകുന്നു? എൻ്റെയും അങ്ങയുടെയും ഭരതനോട് അങ്ങയ്ക്ക് പ്രിയമില്ലേ? നാം ഒരു പുത്രന്റെ മുഖം ആദ്യം കണ്ടത് രാമൻ പിറന്നപ്പോഴാണ്. അവിടെ ഞാൻ സ്റ്റക്കാക്കി വെച്ച് നാം ഒരു പുത്രന്റെ മുഖം ആദ്യം കണ്ടത് രാമൻ പിറന്നപ്പോഴാണ്. ഈ ജീവിത നെടുമ്പാത നിത്യചക്രവാളത്തിൽ ലയിക്കാറായി. അവസാനത്തെ പടവിലെത്തുമ്പോൾ, പ്രിയപ്പെട്ടവരോട് വിടവാങ്ങുമ്പോൾ ആ മുഖം ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കൊതിയാവുകയില്ലേ? ഭരതൻ നാട് വാഴണമെങ്കിൽ ആയിക്കൊള്ളട്ടെ, രാമൻ കാട് വാഴണമെന്ന് എന്തിന് ശഠിക്കുന്നു? കൈകേയി, രാമൻ കാട് വാണില്ലെങ്കിൽ ഭരതന് നാട് വാഴാനും സാധ്യമല്ല. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. പഠിപ്പിച്ച ഭാഗങ്ങൾ നന്നായി വായിക്കുക, നന്നായി മനസ്സിലാക്കുക. ചോദ്യോത്തരങ്ങൾ അയച്ചു തരുന്നുണ്ട്. അക്ഷരത്തെറ്റില്ലാതെ എഴുതിയെടുക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.